സംസ്ഥാനത്ത് തീവ്ര ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും തുടർഭരണമെന്ന CPMന്റെ ആത്മവിശ്വാസത്തിന് മേലിൽ സംഘപരിവാർ സഹായമെന്ന രാഷ്ട്രീയ നീക്കമെന്ന് സംശയിച്ച് കോൺഗ്രസ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ CPMനെ സംഘപരിവാറും BJPയും സഹായിച്ചുവെന്നും ഇത്തവണയും അതുണ്ടാകുമെന്നുമാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനാണ് പാർട്ടിയുടെ കൊണ്ടുപിടിച്ച ശ്രമം. പലയിടത്തും CPMും BJPയും തമ്മിൽ ധാരണ രൂപപ്പെടുത്തി ഭരണസമിതികൾ നിലവിൽ വരുമെന്ന രീതിയാണ് നിലനിൽക്കുന്നത്. ഇതില്ലാതാക്കാനായി രാഷ്ട്രീയ ശക്തി സംഭരിച്ചുകൊണ്ട് തിരിച്ചടിക്കാനാണ് UDF നീങ്ങുന്നത്. സംസ്ഥാനത്ത് തുടരെയുണ്ടായ അഴിമതി ആരോപണങ്ങളും നയപ്രശ്നങ്ങളുമാണ് CPMനെയും BJPയെയും വെട്ടിലാക്കിയിട്ടുള്ളത്. PM ശ്രീ വിവാദം, ശബരിമല സ്വർണ്ണക്കൊള്ള, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എന്നിവ CPMനും സർക്കാരിനുമെതിരായ കടുത്ത വികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകിയും ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ സർക്കാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഫലം ചെയ്യില്ല എന്നാണ് UDFന്റെ വിലയിരുത്തൽ. PM ശ്രീയിൽ ഒപ്പിട്ട ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസുകളുടെ കാര്യത്തിൽ കേന്ദ്രം പിന്നാക്കം പോയതും പിന്നീട് CPI ഇടഞ്ഞതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം സൂചിപ്പിച്ച സർക്കാർ കത്തയക്കാൻ തീരുമാനമെടുത്തിട്ടും BJP കാര്യമായി CPMനെ വിമർശിക്കാത്തതും UDF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സമരത്തിനിറങ്ങാതെ സംസ്ഥാനത്തെ BJPയും സംഘപരിവാറും പുലർത്തുന്ന നിസ്സംഗതയും ചർച്ചയായി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും BJP ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർക്കെതിരെ മൗനം പാലിക്കുന്ന BJPയുടെ രാഷ്ട്രീയ നീക്കത്തെയാണ് UDF തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പൽ വാർഡുകളും BJP CPM നീക്കുപോക്കായിരുന്നു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികൾ വന്നിരുന്നത്. സംസ്ഥാനത്താകെ നിലവിലേക്കാൾ ഏറെ സീറ്റുകൾ BJPക്ക് ലഭിക്കണമെന്ന ആവശ്യത്തിന് വഴങ്ങുന്ന CPMന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് BJPയുടെ സഹായം കിട്ടുന്നുണ്ട് എന്ന അനുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കാലാകാലങ്ങളിൽ ആലോചനയില്ലാതെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നതിന് പകരം ഇത്തവണ മികച്ച രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തിയെന്നും അവകാശപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയുള്ള കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ BJPയും CPMും അമ്പരന്നിരിക്കുകയാണ്. ഇതോടെ പല വാർഡുകളിലും നിലവിലുണ്ടായിരുന്ന CPM BJP ധാരണകളെല്ലാം തന്നെ നടപ്പാക്കാനാവാത്ത അവസ്ഥയുണ്ടെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിലെ തമ്മിലടി ചൂണ്ടിക്കാട്ടിയാണ് മുൻപ് CPM BJP സഖ്യം വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഐക്യകണ്ഠേന ഒരു വിമത ശബ്ദം പോലും പുറത്തു കേൾപ്പിക്കാതെ 50-ൽ-അധികം സീറ്റുകൾ തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞുവെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലും പരമാവധി വിമത ശല്യം ഇല്ലാതാക്കി നീങ്ങാനാണ് പാർട്ടിയുടെ നീക്കം. താഴെത്തട്ടിൽ BJP CPM ഡീൽ പൊളിയുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ-അധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്ന രാഷ്ട്രീയ പ്രതീക്ഷയാണ് കോൺഗ്രസിനും UDFനുമുള്ളത്.